തൃശൂർ ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. 24ാം പാർട്ടി കോൺഗ്രസിനും സംസ്ഥാന സമ്മേളനത്തിനും മുന്നോടിയായുള്ള അവസാന ജില്ലാ സമ്മേളനം കുന്നംകുളത്ത് തുടങ്ങി. പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പറും സംസ്ഥാന സെക്രട്ടറിയുമായ MV ഗോവിന്ദൻ മാസ്റ്റർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 42 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും 392 പ്രതിനിധികളുമടക്കം 434 പേർ സമ്മേളനത്തിൽ ഇന്ന് പങ്കെടുക്കും. വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും നടുവിലൂടെ സഞ്ചരിച്ച ഒരു സമ്മേളന കാലയളവ്. പാർലമെന്ററി രാഷ്ട്രീയത്തിലെ നേട്ടങ്ങളും കോട്ടങ്ങളും ചർച്ച ചെയ്യപ്പെട്ട വർഷങ്ങൾ. സംഘടനാ സംവിധാനം കരുത്താർജിച്ചപ്പോഴും പ്രാദേശിക തലം മുതൽ വിഭാഗീയത കൊടികുത്തി നിന്ന കാലം എല്ലാം സമ്മേളനത്തിൽ ചർച്ചയാകും. 3 വർഷത്തെ തൃശൂരിലെ സമര സംഘടനാ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയാണ് ഇന്ന് CPM-ന്റെ ജില്ലാ സമ്മേളനത്തിൽ. ഇത്തവണ തലമുറ മാറ്റവും നേതൃത്വ മാറ്റവും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് നിലവിലെ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് ഇത്തവണ ഒരുപക്ഷെ മാറ്റമുണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിൽ പ്രധാനികൾ മുൻ SFI സംസ്ഥാന സെക്രട്ടറി UP ജോസഫും ഗുരുവായൂർ മുൻ MLA KV അബ്ദുൾ ഖാദറുമാണ്. അതേസമയം സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മടങ്ങിയെത്തുമെന്നും പാർട്ടിക്കുള്ളിൽ തന്നെ അടക്കം പറച്ചിലുണ്ട്. സംഘടനാ റിപ്പോർട്ടിലും അതിന്മേലുള്ള ചർച്ചയിലും ജില്ലാ വിഷയങ്ങൾ ഏറെയാണ്. കരുവന്നൂർ കുട്ടനല്ലൂർ ബാങ്ക് തട്ടിപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം, സംഘടനാ തലത്തിലെ അച്ചടക്ക നടപടികൾ, ഏരിയ സമ്മേളനങ്ങളിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പുകൾ, സംസ്ഥാന സർക്കാരിന്റെ ഭരണ വിലയിരുത്തൽ തുടങ്ങി ഒട്ടേറെ വിഷയങ്ങളിലും ചർച്ച നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിനൊടുവിൽ ഫെബ്രുവരി 10 പുതിയ ജില്ലാ കമ്മിറ്റി നിലവിൽ വരും. ജില്ലയിലെ മുതിർന്ന നേതാക്കളായ KR വർഗീസ്, മുരളി പെരുന്നെല്ലി MLA, CK വിജയൻ എന്നിവർ ഒഴിവാക്കപ്പെട്ടേക്കാം. അച്ചടക്ക നടപടിയെ തുടർന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് 3 പേരെ നേരത്തെ ഒഴിവാക്കിയിരുന്നു. ഒഴിവുകൾ നികത്തി യുവത്വത്തിന് പ്രാധാന്യമുള്ള പുതിയ കമ്മിറ്റിയാവും സമ്മേളനാനന്തരം നിലവിൽ വരികയെന്നും ജില്ലാ നേതാക്കൾ തന്നെ സൂചന നൽകുന്നുണ്ട്.